IPL ലേലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി ബീഹാർ ബാറ്റിംഗ് താരം വൈഭവ് സൂര്യവംശി ഡൽഹി ക്യാപിറ്റൽസുമായുള്ള വാശിയേറിയ ലേലത്തിനൊടുവിൽ വൈഭവ് സൂര്യവംശിയെ 1 കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത്. 30 ലക്ഷം രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന വൈഭവിനെ ഡൽഹി ക്യാപിറ്റൽസുമായുള്ള വാശിയേറിയ ലേലം വിളിക്കൊടുവിലാണ് രാജസ്ഥാൻ റോയൽസ് ടീമിലെത്തിച്ചത്. ഇടംകയ്യൻ ബാറ്ററായ വൈഭവ് ഇതോടെ IPL ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് ഇതോടെ സ്വന്തമാക്കി. IPL ടീമിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കോടിപതിയും വൈഭവ് സൂര്യവംശി തന്നെ. രാജസ്ഥാനും ഡൽഹിയും മാത്രമാണ് വൈഭവിനായി രംഗത്തെത്തിയ ടീമുകൾ. 2011 മാർച്ച് 27 വൈഭവ് ജനിച്ചത്. ഈ വർഷം ജനുവരിയിൽ തൻ്റെ 12ാം വയസ്സിൽ ബീഹാറിനായി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിച്ചിരുന്നു. പണം ഞങ്ങൾ തരും. 1986 ശേഷം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും വൈഭവിൻ്റെ പേരിലാണ്. ഇതുവരെ കളിച്ച 5 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ 100 നേടിയ താരത്തിൻ്റെ ഉയർന്ന സ്കോർ 41 റൺസാണ്. ഓസ്ട്രേലിയക്കെതിരായ അണ്ടർ-19 യൂത്ത് ടെസ്റ്റിൽ ഇന്ത്യക്കായി കളിച്ച വൈഭവ് 62 പന്തിൽ 104 റൺസ് അടിച്ചാണ് ക്രിക്കറ്റ് പ്രേമികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ഇത് വരാനിരിക്കുന്ന അണ്ടർ-19 ഏഷ്യൻ കപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്കും പിടിച്ചു കയറാനുള്ള വൈഭവിന് അവസരം സൃഷ്ടിച്ചു. നിലവിൽ ബീഹാറിൻ്റെ രഞ്ജി ട്രോഫി താരവും വൈഭവാണ്. 2 ദിനങ്ങളിലായി ജിദ്ദയിൽ നടന്ന IPL ലേലത്തിൽ കോടിപതികളും റെക്കോർഡ് തുക നേടിയവരുമൊക്കെ ഉണ്ടായിരുന്നിട്ടും ലേലം കൊടിയിറങ്ങിയപ്പോൾ താരമായത് വൈഭവ് സൂര്യവംശി എന്ന 13 വയസ്സുകാരനാണ്. 30 ലക്ഷം അടിസ്ഥാന വിലയുണ്ടായിരുന്ന ബീഹാർ താരത്തെ രാജസ്ഥാൻ റോയൽസ് 1 കോടി 10 ലക്ഷം രൂപക്കാണ് സ്വന്തമാക്കിയത്. എന്നാൽ വൈഭവിന് 15 വയസ്സെങ്കിലും ആയിട്ടുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ വിമർശനം ഉയർത്തുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വൈഭവിൻ്റെ വയസ്സ് പരിശോധനയ്ക്ക് തയ്യാറാണെന്നും 8ാം വയസ്സിൽ എല്ലുകളുടെ പരിശോധനയിലൂടെ BCCI വയസ്സ് പരിശോധിച്ചതാണെന്നും വൈഭവിൻ്റെ പിതാവ് സഞ്ജീവ് സൂര്യവംശി പ്രതികരിച്ചു. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, എന്തു പറയണമെന്നും അറിയില്ല. ഇത് ഞങ്ങളുടെ കുടുംബത്തിന് വലിയ കാര്യമാണ്. അവനെ ഏതെങ്കിലും ടീമുകൾ എടുക്കുമെന്ന് അറിയുമായിരുന്നു. പക്ഷേ ടീമുകൾ ഇത്രയുമധികം അവന് വേണ്ടി മുന്നോട്ട് പോകുമെന്ന് കരുതിയില്ല. ക്രിക്കറ്റിൽ എനിക്ക് ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ പണമുണ്ടാക്കാനായി 19ാം വയസ്സിൽ മുംബൈയിലേക്ക് പോയതോടെ ആ സ്വപ്നത്തെ കൊല്ലേണ്ടി വന്നു. പണം നല്ലതാണ്. കിട്ടിയ പണം അവൻ്റെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കും. പണം തീർക്കുന്ന സമ്മർദ്ദത്തെ ഞാൻ ഭയക്കുന്നുവെന്നും സഞ്ജീവ് സൂര്യവംശി കൂട്ടിച്ചേർത്തു.